സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണം ഒരു മെത്രാൻ ഒരു മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നു. അത് കണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് സംശയങ്ങളുള്ളത് മെത്രാനോട് ചോദിക്കാനാണ് ഈ വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഓർത്തസഭയിലെ മെത്രന്മാർ ഒരെണ്ണം പോലും ദേവാലയത്തിലും, അതായത് അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള ദേവാലയത്തിലാണെങ്കിലും വന്നൊരു ദിവസം കുർബാന ചൊല്ലണമെങ്കിൽ ഇത്ര കൈമുടക്കൊന്നുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അവൻ ആ ആസനം മെത്രാൻ അനക്കത്തില്ല ഇരിപ്പെടുത്തിന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കേ. ഇപ്പം ഈ മെത്രാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരായുസ് മുഴുവൻ സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകുന്നവരാണ് പുരോഹിതർ. നിങ്ങൾക്ക് വേണ്ടി ബലിപീഠം ചുംബിച്ച് ധൂപം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പുരോഹിതനെ നിങ്ങൾ പ്രാർത്ഥനയിൽ ബലപ്പെടുത്തണം. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി ധൂപം അർപ്പിച്ച്, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കുഴിമാടത്തിനും ധൂപം അർപ്പിച്ച് നിങ്ങളുടെ അർപ്പിച്ച നിങ്ങളുടെ വൈദികരെ ബലപ്പെടുത്തണം. ശരിയാണ്. ഞാൻ ഇനിയും പറയാം. ഇവനൊക്കെ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വിശ്വാസികൾ ഒട്ടും വായിക്കത്തില്ല. കാരണം പുരോഹിതവർഗം പറയുന്ന ആ വേദവാക്ക് പറഞ്ഞ് ഞാൻ ചോദിച്ചോട്ടെ, ഈ സഭ ഈ നീതിമാൻ, അതായത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും സാറായും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തെ സാറ മരിച്ചപ്പോൾ സാറായെ എവിടെ കൊണ്ടടക്കി? അവിടെ ഏത് കോന്തം വന്ന് തൂക്കുറ്റി വീശി? അന്ന് ഈ ലേവി ഗോത്രം ഇല്ലായിരുന്നോ? അറിയാൻ പറ്റി ചോദിച്ചതാ. പോട്ടെ, അവിടെ ആരും തൂക്കുറ്റി വീശിയില്ല. അവിടെ പരിമളതായിട്ട് ഒഴിച്ചെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. വേണ്ട, അബ്രഹാം മരിച്ചിട്ട് ആരെവിടെയാ കൊണ്ട് കുഴിച്ചിട്ടത്? ആ സാറെ കുഴിച്ചിട്ട ഗുഹയിൽ തന്നെ. അവിടെ ഒരു പരമദരിദ്രവാസി മെത്രാനോ പുരോഹിതനോ ധൂപക്കുറ്റി വീശാൻ വന്നില്ല. അതൊന്നും ഇവന്മാരുടെ ധൂപക്കുറ്റി ഇല്ല. പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ അടവെടുക്കുന്ന എന്തിനാണ്? ഞാൻ പറയാം, ഈ യേശു ഈ ലോകത്ത് വന്നതിന് ശേഷം തന്നെ നിങ്ങൾ എവിടെ ധൂപക്കുറ്റി കണ്ടിട്ടുള്ളത്? പഴയ നിയമത്തിൽ നിങ്ങൾ ധൂപക്കുറ്റി കണ്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പിന്നെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞതാണ്. പുതിയ നിയമത്തിൽ കണ്ടത് സക്കറിയ പുരോഹിതൻ ധൂപക്കുറ്റി വീശുന്നു ബലിപീഠത്തിൻ്റെ വശത്തിൽ. അവിടെയാണ് സൈഡിൽ ഗബ്രിയേൽ മാലാഖ സക്കറിയ പുരോഹിതന് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ഏതെവിടെ മരിച്ചെടുത്താണ് നീയൊക്കെ പോയി ധൂപക്കുറ്റി വീശി? എന്ത് പ്രയോജനമാണ്? ഇടക്കുണം പിടിക്കാത്തവന്മാരെ, മണ്ണിൽ നിന്നുണ്ടായ നീ മണ്ണിലേക്ക് തന്നെ തിരിച്ചേരും. ആ മണ്ണിന് വളമാകുന്നത് അവിടെ പിന്നെ ധൂപക്കുറ്റി വീശി എന്തെടുക്കാനാ? അവിടെ ആയിരിക്കുന്നു? ആ ശരീരമുണ്ടോ? ഇല്ല. ആത്മാവുണ്ടോ? അതുമില്ല. പിന്നെ നിങ്ങൾ മനുഷ്യബുദ്ധിയാക്കുക. എല്ലാവരോടും പറയും എല്ലാ വർഷവും അപ്പൻ്റെ അമ്മയും മറ്റൊരു എല്ലാം കുർബാന ചൊല്ലിക്കുന്നത് എന്തോ ഇപ്പം 2000-3000 ആ പകടി കൈമടക്ക്. അത് കിട്ടാൻ വേണ്ടി പുത്തക്കായ പള്ളി വരുന്നതിൻ്റെയൊക്കെ കാശ് കൊണ്ടാണ് പോകുന്നത്. കാരണം 750 കുടുംബക്കാരുണ്ട് അവിടെ. പ്രത്യേകിച്ച് അവർ പറയും, ചില അച്ഛന്മാർ പറയും, ഞാൻ അതിശയിച്ചു പോയി. കഴിഞ്ഞ ദിവസം ഞാൻ കുർബാന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം വന്ന് പറഞ്ഞു, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കുർബാന ചൊല്ലിക്കണം. അവർ എന്നാ മരിച്ചത്? അവർ കുറേ വർഷമായി ഞങ്ങൾ എല്ലാ വർഷവും കുർബാന ചൊല്ലിച്ചോണ്ടിരിക്കുക.
എന്തുവാ നമ്മളങ്ങ് ചൊല്ലിച്ചോളാൻ. കാരണം എല്ലാ വർഷവും അവൻ്റെ പോക്കറ്റിലോട്ട് 2000-3000 ചെന്ന് വീണു അതിന് വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ ഈ ഓർത്തോ സഭയിലെ പുരോഹിത വർഗം എത്രാനോട് ചോദിക്കാം, ഒരു മരിച്ച ആളിൻ്റെ ശവകുടീരത്തിൽ ധൂപക്കുറ്റി വീശിക്കൊണ്ട് എന്ത് പ്രയോജനം? ആ ആത്മാവ് സ്വർഗത്തിൽ പോകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നീ പോയി ബൈബിൾ വായില്ലേ, അവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദൈവത്തിൻ്റെ 2ാമത്തെ വരവെങ്കിൽ കിട്ടും. അവിടെ ന്യായവിധി ഉണ്ടാകും. നീ ഇവിടെ ധൂപക്കുറ്റി അങ്ങോട്ട് ഇങ്ങോട്ടും വീശിക്കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നിനക്കൊന്നും ഒരു വാല്യുമില്ല. ദൈവം 2ാമത് വരുമ്പോൾ പുരോഹിത വർഗം എന്ന ഒരു നാശം പിടിച്ച വർഗത്തിന് ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഇവരെ ഒന്നും അടുക്കലടുപ്പിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ 2ാമത്തെ വരവിൻ്റെ സമീപനമാകുമ്പോൾ അന്ത്യക്രിസ്തു വരും. അന്ത്യക്രിസ്തുവിൻ്റെ 3.5-7 വർഷത്തെ കാലം ആ സമയമല്ല. ഈ കുളം പിടിക്കാത്തവർ അവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എന്തോ അവനിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. എന്നാൽ അവൻ്റെ മനസ്സിലിപ്പോൾ നിനക്കൊക്കെ അറിയാവും. ഇല്ല, നിങ്ങൾ ക്രിസ്തുവിനെ എതിരായിട്ട് നിൽക്കാൻ പോകുന്ന കുളം പിടിക്കാത്തവരാണ് പുരോഹിതവർഗം. അല്ല എങ്കിൽ ഒരുപാട് ഡോക്ടറേറ്റുള്ള പുരോഹിതന്മാരും മെത്രാന്മാരും ഉണ്ട്. എന്നോടൊന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ശരിയായിട്ട്. നിങ്ങളുടെ കുർബാന ചൊല്ലുമ്പോൾ തന്നെ പകുതി 3/4 ഭാഗവും നിങ്ങളുടെ പുരോഹിതന്മാരുടെയും മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാതെ ഒന്നുമില്ല. അല്ല, നിങ്ങൾ സത്യം പറയുന്നോട് ഞാൻ തെളിയിച്ചു തരാം. വേണ്ടി വന്നാൽ സെമിനാരിൽ പോയി ഞാൻ ഇനിയും ഈ 78ാമത്തെ വയസ്സിൽ നിങ്ങളെന്നെ കേട്ടിട്ടില്ലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. നീയൊക്കെ കുഴിയിൽ, നിന്റെ മാതാപിതാക്കന്മാരുടെ കുഴിയിൽ ധൂപക്കുറ്റി വീശുന്ന പുരോഹിതന്മാരെ ബലപ്പെടുത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിന്നുള്ള സ്ഥിതി പോരാ. ഇന്ന് എല്ലാ വർഷവും എയർ കണ്ടീഷൻ കാർ, പുതിയ മോഡലുകൾ മേടിച്ചാണ് ഓട്ടോ സഭയിലെ പുരോഹിതന്മാരും മെത്രാന്മാരും നടക്കുന്നത്. കള്ളൻ കാതോലിക്കായ്ക്ക് 3 കാറ് കുറേ അടുക്കൂ, വലിയ പൗരസ്ത്യ കാതോലിക്ക. നീയൊക്കെ സുഖിക്കേ. നീയൊക്കെ അരമനയിൽ ഒരു ദിവസം ചെലവാക്കുന്ന കാശിൻ്റെ 10-1 നിന്റെ ഇടവകയിലെ ഒരു കുടുംബത്തിന് കൊടുത്താൽ നിനക്കൊക്കെ ഗുണം പിടിക്കും. നീ ഈ പടം പറപ്പിച്ചോണ്ട് വരരുത്. അല്ല, നീ പറ, നീ കാശ് മേടിക്കാതെ കുർബാന ചൊല്ലിയത്. നീ എൻ്റെ അടുത്ത് പറയത്തില്ല. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചടങ്ങി. പുത്തങ്ങായി പള്ളിയിലെ കുറേ അടിമ വിശ്വാസികളുണ്ട്. ഇവിടെ പുരോഹിതന്മാരിരിക്കുന്നതിൻ്റെ വലത്തുഭാഗത്ത് സീറ്റ് കിട്ടും. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് വലത്തുഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട കള്ളം പോയിരുന്ന പോലെ പുരോഹിതന്മാരുടെ പള്ളിക്കകത്ത് എന്തെങ്കിലും അച്ഛാ ഇടത്തും വലത്തും പിടിച്ചിരുത്തും. അച്ഛ. അതിനു വേണ്ടി നീയൊക്കെ ദൈവത്തെ അറിയുന്നത് എവിടാടാ? നീയൊക്കെ ദൈവത്തെ അറിയുന്നുണ്ടോ? ദൈവം ആരാ? ഈ പുരോഹിതവർഗമാണോ? അങ്ങ് കൈവിളക്കം മേടിച്ച് തന്തയ്ക്കവർക്കായി കാണിച്ച് നടക്കുന്ന ഇവനൊക്കെയാണോ ദൈവം? നീയൊക്കെ അനുഭവിക്കുക എൻ്റേത്.